ഇത് രാവിലെ ഇട്ടോണ്ട് വന്നപ്പോഴേ ഇതിട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്റെ അമ്മയും പപ്പയും ചിരിക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, എന്താന്ന് ചോദിച്ചാൽ എന്നോട് ചുമ്മാ അല്ല ചിരിക്കുന്നത്. നമസ്കാരം. രേണുസുതി പിന്നെയും ചർച്ചകളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ നെഗറ്റീവുകളിലും. നെഗറ്റീവ് കൊണ്ടാണ് രേണുസുതി വലിയൊരു സ്റ്റാറായി മാറിയത്. വലിയൊരു സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് സ്റ്റാർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റാർ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. അതുപോലെ എന്നുവെച്ചാൽ കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് എനിക്ക് ചേരാത്ത ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചേരാത്ത കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് വൈറലാകുന്ന ഒരാൾ എന്നേ എനിക്ക് രേണുസുതിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇത് പറയുമ്പോൾ കുറച്ച് പേര് കമന്റ് ബോക്സിൽ വന്നിരുന്നത് മെഴുകും. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവർ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവര് ജീവിച്ചോട്ടെ. പക്ഷെ ആ ചെയ്യുന്നതിലും പറയുന്നതിലും ഒക്കെ കുറച്ചൊക്കെ ഒരു മാന്യത വേണം. ഈ മാന്യത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രേണുസുതിയെ അറിയാൻ തുടങ്ങിയ എന്ന് മുതലാണ്. ഈ സുധി എന്ന ആള് മരിച്ചതിന് ശേഷം സുധി ഒരു മിമിക്രി കലാകാരനായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടിയിലാണ് കൂടുതലും ഈ ഒരു സുധി ഫേമസ് ആയത്. ഫേമസ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല, അടുത്തോളം എല്ലാവരും ഫേമസ് തന്നെ ആയിരുന്നു. ഈ മരണത്തിന് ശേഷമാണ് സുധിക്ക് വീടില്ല, അല്ലെങ്കിൽ സുധി ഇത്രയും കഷ്ടപ്പാടുകളിൽ നിന്നാണ് ജീവിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സുധിയെ സഹായിക്കാൻ ഇറങ്ങി. അവസാനം രേണുസുതിക്ക് സഹായമൊക്കെ കൊടുത്തു, പണിയും വാങ്ങിച്ച് കുറച്ച് പേര് ഷെഡിലുമായി. രേണുസുതി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വിധവ എന്നുള്ള ഒരു ലേബൽ, ആ ലേബൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദ്യം എല്ലാവർക്കും തോന്നും വിധവയാണല്ലോ, എന്ത് ചെയ്യാം, ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കണ്ണടച്ചു വിട്ട ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ തന്നെ ഇപ്പൊ ഒരുപാട് പേര് മാറ്റി പറയുന്നുണ്ട്. ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ അരനിക്കറും അര ട്രൗസറും അരവെന്നിയനും ഒക്കെ ഇട്ടുകൊണ്ടുള്ള പരിപാടികൾ, അതെല്ലാം പോട്ടെ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മഞ്ജു വാര്യറേക്കാൾ വലിയ നടിയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള രീതിയിലുള്ള സംസാരം. 2 വട്ടം 3 വട്ടം കണ്ട് ഗൾഫിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന് കരുതി, ഇതാണ് സ്വർഗ്ഗലോകം എന്ന് സ്വയമേ ചിന്തിച്ച് വായി വരുന്നത് എന്തും പറയാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന രേണുസുതിയാണ് ഇന്ന് നമ്മുടെ വിഷയം. വേറൊന്നുമല്ല, ഇന്ന് രേണുസുതിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അതാണ് എനിക്ക് വീഡിയോ ചെയ്യാനും തോന്നിയത്. എന്ന് വെച്ചാൽ നിങ്ങൾ അത് ആദ്യം ഒന്ന് കേൾക്കുക. ഇത് രാവിലെ ഇട്ടോണ്ട് വന്നപ്പോഴേ ഇതിട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്റെ അമ്മയും പപ്പയും ചിരിക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, എന്താന്ന് ചോദിച്ചാൽ എന്നോട് ചുമ്മാ അല്ല ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന് തന്നെയാ ഞാൻ എടുത്തു പറഞ്ഞു, ഇനിയും പോരട്ടെ എന്ന് പറഞ്ഞു. എങ്ങോട്ടായിരുന്നു ഞാൻ പറഞ്ഞ അതിന് തന്നെ എഴുതുന്ന ഉറക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ചിരിക്കുന്നു രണ്ടുപേരും. അവർക്ക് ഇതൊക്കെ തമാശ കേട്ടോ. എന്താ പറയുന്നത്, അവർക്ക് തമാശയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊരു തമാശയാണ്. മറ്റൊന്നുമല്ല, ചേരാത്ത ഒരു നിക്കറും ഒരു ബനിയനും ഇട്ടുകൊണ്ടാണ് ഈ വരുന്നത്. അപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ആരും വരെ ചോദിച്ചു തുടങ്ങി. തമാശ രൂപേണ ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് കാണുമല്ലോ. പക്ഷെ അവരുടെ ഈ പറഞ്ഞ രേണുസുതിയുടെ ചെലവിൽ കഴിയുന്നതുകൊണ്ട് അവർക്ക് ശരിക്കും ഒന്നും പറയാനും പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതിനാണ് പറഞ്ഞത് നിക്കർ വിധവ എന്ന് വീട്ടുകാർ വരെ പറയാൻ തുടങ്ങി. ഇത് എന്തോ കോലമാണ് എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിനെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. രേണുസുതിക്ക് അല്ലെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം. അതിനാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവോട് നെഗറ്റീവ്. അപ്പൊ നിക്കർ വിധവ എന്ന് പറയുന്നതില് അവർ തന്നെ പറഞ്ഞു, വീട്ടുകാർ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് നിക്കർ വിധവ എന്നുള്ളത്. ഓക്കെ, അത് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് മേലുള്ള ഒരു വിഷയത്തിന് വരരുത്. വീട്ടുകാർ പറഞ്ഞു എന്ന് രേണുസുതി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ അത് കണ്ടു നോക്കണം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇത് ചേരുന്ന ഡ്രസ്സാണോ? ചേരുന്ന ഡ്രസ്സാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചേരുന്നതാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പറയാമല്ലോ അതെന്തായാലും അതിന് ചേരുന്നുണ്ടെന്നുള്ളത്. ഇതാണെങ്കിൽ വള്ളി നിക്കർ വിട്ട് എപ്പോ നോക്കിയാലും വള്ളി നിക്കർ, ഇപ്പൊ കൂടുതൽ ഈ വള്ളി നിക്കറിലാണ് പിടുത്തം. ഈ വള്ളി നിക്കറൊക്കെ ഇട്ട് അതുവഴി ഇതുവഴി നടക്കുക, എന്നിട്ട് വൈറലാകുക. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് എല്ലാവരും ഇപ്പൊ കൈ നീട്ടാൻ പറ്റുമോ, ഇതൊക്കെയാണ് ചോദ്യം. എത്രയോ പേര് ഭർത്താക്കന്മാർ മരിച്ച ആൾക്കാർ, എത്രയോ പേര് നല്ല നല്ല രീതിയിൽ നല്ല ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട്, നല്ല ആൽബംസ് ചെയ്യുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഇത് നെഗറ്റീവിന് മാത്രമായിട്ട് ഡ്രസ് ഇടുക, ഓരോ ചർച്ചകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് നമ്മളുടെ ഈ പറയുന്ന ബിഗ് ബോസ് വിന്നറായ അനുമോള് ഒരു ഫംഗ്ഷന് പോകുന്നോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അനുമോളാണ്. അനുമോളുടെ തിരക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. അനുമോൾക്ക് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പം അനുമോള് പോയോ, എന്തുകൊണ്ട് രേണുസുതി പോയില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് അനുമോള് പോയോ എന്നാണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ രേണുസുതി അനുമോളെ വെച്ച് കമ്പയർ ചെയ്യാണ്. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ രേണുസുതിയെയും ഈ അനുമോളെയും. അനുമോൾ എവിടെ കിടക്കുന്നു, രേണുസുതി എവിടെ കിടക്കുന്നു? അനുമോളുടേതായ കാര്യങ്ങൾ നോക്കി നല്ല ഡീസന്റ് ആയിട്ട് ഒരു സൈഡ് വഴി പോകുന്നുണ്ട്. പക്ഷെ രേണുസുതിയോ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ടാക്കി, ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോ, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിൽ എങ്ങനെയൊക്കെ അഭിനയിക്കാമോ അങ്ങനെയൊക്കെ അഭിനയിച്ചുകൊണ്ട് അതൊരു ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവരാണ് ഈ പറഞ്ഞ രേണുസുതിയാണ് ഈ പറയുന്ന അനുമോളെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അനുമോൾ ശരിക്കും അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.
നന്നായിട്ട് ഞെട്ടും. കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ്. സോ അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്. അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. ഇതാണ്, വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. നമ്മുടെ ആൽബം വളരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. എന്താ വെച്ചാൽ അതൊരു അഭിനയമാണ്. ഞാൻ അങ്ങനെയൊക്കെ വൾഗറായിട്ട് അങ്ങ് അഭിനയിച്ചതാണ് ചുരുക്കം പറയുന്നത്. കൂടുതലും നമുക്ക് ആ സീൻ കണ്ടവരാണ് എല്ലാവരും. പക്ഷെ അതിൽ നിന്നും അതിനകത്ത് നിന്ന് ഒരു സത്യം പറയുന്നുണ്ട്. അവര് വിമർശിക്കരുത്, വിമർശകരെയാണ് ആവശ്യം. ഞാൻ എന്തും ചെയ്യും, പക്ഷെ എന്നെ വിമർശിച്ചോണം, അപ്പോഴേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പൊ വിമർശിക്കുമ്പോൾ നമ്മുടെ ആൽബം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും, അതുപോലെ പൈസ കിട്ടും. പൈസ കിട്ടിയാൽ മതിയല്ലോ, ഞാൻ എങ്ങനെ ഇരുന്നാലും എന്താണ് കുഴപ്പം. അവളാണേലും പെൺകുട്ടികൾ എന്നെ ഇവൾക്കൊക്കെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നെ കുറ്റം പറയുന്നത്. നിനക്കൊന്നും നാണോ ഇല്ലേടി, എടിയും തന്നെ ഞാൻ വിളിക്കും. നിന്റെയൊക്കെ അവസ്ഥ, ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. വരുമ്പോ നിനക്കൊക്കെ അറിയാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. മനസ്സിലായോ? 10,000, 2,000, 500 രൂപയ്ക്ക് ഞാൻ തെണ്ടി നടന്നപ്പോ നീ ഒന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ 2 മക്കളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും കറണ്ട് ചാർജ് അടയ്ക്കാനും വാടക എടുക്കാനും കൊടുക്കാനും ഒക്കെ ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട്. അറിയാവോ? ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സ്ത്രീകളാണ് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു നാണക്കേട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ കൂടുതലും ഇത് വിമർശിക്കുന്നത്. വിമർശിക്കുന്ന സ്ത്രീകളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന ആ ഡയലോഗ് തന്നെ, ഞാൻ 500 രൂപയ്ക്ക് വേണ്ടി ഓടിയിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ എനിക്ക് ആരും ഇല്ലായിരുന്നു, എനിക്ക് ആരും ഒന്നും തന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തും കാണിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരും എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് പറയുന്നത്. ശരിയാണ്. രേണുസുതിയുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ചോ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വന്ന വഴി എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. ഈ രേണുസുതി വന്ന വഴി എന്താണ്? ഈ സുതി എന്ന് പറയുന്ന ഒരാളുടെ വിധവ എന്നുള്ള ലേബലിലാണ് വന്നത്. ആ ലേബലിൽ തന്നെ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വന്നപ്പോൾ എല്ലാവർക്കും സിമ്പതി തോന്നിയത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പാവമാണ് എന്നുള്ളൊരു സിമ്പതി ആയിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തതും എല്ലാം. എന്നിട്ട് അവരെ കുറ്റം പറയുക, വീട് വെച്ച് കൊടുത്തവരെ കുറ്റം പറയുക, അതിനുശേഷം നിക്കറിട്ട് നടക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ വിമർശിച്ചു തുടങ്ങി. അപ്പൊ ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. വിമർശനത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണല്ലോ രേണുസുതി പിടിച്ചു നിൽക്കുന്നത് തന്നെ. വിമർശനമാണ് രേണുസുതിക്ക് ആവശ്യം. അപ്പൊ പെണ്ണുങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ തെറി പറയുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സഹിക്കാതിരിക്കാനുള്ള കാരണമുണ്ട്. നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് അമ്മമാരും ചേച്ചിമാരും എല്ലാം ഇപ്പൊ മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ കുറവാണ്, അത്രയും കമന്റുകൾ, അങ്ങനെയുള്ള കമന്റുകളെല്ലാം കുറവാണ്. അതിന് ഡിലീറ്റ് ചെയ്യുന്നതാണ് അറിയില്ല. പക്ഷെ ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റുകൾ നമ്മൾ ഈ വരുന്ന വീഡിയോസിന്റെ എല്ലാം താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവർ പറയുന്നുണ്ട്, നിന്നെ മുന്നേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നീ കാണിക്കുന്നത് കണ്ടിട്ട് ഒരു കോമാളിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, കോമാളിത്തരമാണ് കാണിക്കുന്നത്, കാശിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളാണ് എനിക്കെതിരെ വരുന്നത്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞാണ് ഇത്രയും കാലം ഈ പറയുന്ന ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരെ എല്ലാം വലയിലാക്കിക്കൊണ്ടിരുന്നത്. അത് കുറച്ച് പേർക്ക് ഇപ്പൊ മനസ്സിലായി, അവർ മാറുന്നു. പിന്നെ ചിലരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷെ നിങ്ങൾ കൂടെ മനസ്സിലാക്കണം, ആദ്യം വന്ന വഴി എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നെ വിമർശിച്ചേക്കാം, എന്നോട് ചോദിച്ചേക്കാം, നിങ്ങൾക്ക് വേറെ പണിയില്ലയോ, നിങ്ങൾ എന്തിനാണ് പിന്നെയും ഇവരുടെ പുറകെ നടക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ചെയ്തു പോകും. എന്ന് വെച്ചാൽ രേണുസുതിയുടെ കണ്ടന്റുകളൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ആ നിക്കർ പരിപാടി, ആ നിക്കറിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഇത് ചെയ്യണം തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും അനുമോളെ കുറിച്ച് പറഞ്ഞതിന്, അനുമോൾ ഒരു ഫംഗ്ഷന് പോയില്ല. അപ്പൊ രേണുസുതിയോട് ചോദിക്കുന്നു, രേണുസുതി പോയെന്ന് ചോദിച്ചപ്പോൾ അനുമോള് പോയോ എന്നുള്ളൊരു ചോദ്യമാണ്, മറുചോദ്യമാണ് രേണുസുതി ചോദിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രേണുസുതിയുടെ കാര്യം പറഞ്ഞാൽ പോലെ എന്തിനാണ് അനുമോളിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? അനുമോളെയും രേണുസുതിയും കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ ബിഗ് ബോസിൽ പോയെന്ന് പറയുന്നുണ്ട്. ഈ ബിഗ് ബോസിൽ പോയി എന്താണ് കാണിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ, 24/7 കണ്ടതാ. അവിടെ പോയി പേരും കുത്തി അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ എന്താണ് കാണിച്ചത്? എന്നിട്ട് പറയുന്നത് ഞാൻ ചിലപ്പോൾ കപ്പ് വരെ നേടിയേനെ എന്നുള്ളതാണ്. ഒരിക്കലും കപ്പ് നേടത്തില്ല. ഇതാണ് രേണുസുതിയുടേതായ ഒരു തെറ്റിദ്ധാരണ. രേണുസുതി ആ വീക്ക് അല്ലെങ്കിൽ 2-3 വീക്കിനുള്ളിൽ ഔട്ടായേനെ. ഈ പറയുന്ന പോലെ വലിയ ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വോട്ടായിരുന്നു ഒക്കെ പറയുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. വലിയ വോട്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 3 ആഴ്ചക്കുള്ളിൽ എന്തായാലും പുറത്തായേനെ. ചുമ്മാ നിന്നാലും കുറച്ച് പേര് വോട്ട് ചെയ്യാനുണ്ടല്ലോ. രേണുസുതി പാവമാണ്, രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വലിയ ഗെയിമർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ വലിയ ഗെയിം കളിക്കാൻ പോയതാണ്, ഞാൻ ബിഗ് ബോസിലേക്ക് പോയി, ഞാൻ ബിഗ് ബോസ് താരമാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ബിഗ് ബോസിൽ പോകുന്നത് എന്തിനാണ്? അവിടെ എന്തെങ്കിലും ഗെയിം ഒക്കെ കളിച്ച് അവിടെ നിൽക്കാൻ വേണ്ടിയാണ്. ഇവിടെ പേനും കുത്തി നടക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വൃത്തിയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ അതൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പം ഞാനും ബിഗ് ബോസിൽ പോയതാണെന്ന് എപ്പോഴും എടുത്ത് തള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ബിഗ് ബോസിൽ പോയതുകൊണ്ട് കാര്യമില്ല.
പക്ഷെ അവിടെ നമ്മൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എങ്ങനെ കയറാം എന്നുള്ളതാണ് അവിടെ നോക്കുന്ന ആൾക്കാർ. അവിടെ വരുന്നവരെല്ലാം ആ കപ്പ് എങ്ങനെ വിൻ ചെയ്യാം എന്നാണ്. ഇത് പക്ഷെ കപ്പ് വിൻ ചെയ്യാനല്ല പോയത്. എനിക്ക് ബിഗ് ബോസിൽ പോകണമായിരുന്നു. എനിക്ക് കുറച്ച് വാശി ഉണ്ടായിരുന്നു. പലരും പിന്നെ ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വാശിക്ക് വന്നതാണെന്ന് പറഞ്ഞാണ് അവിടെ പേരും കുത്തിക്കൊണ്ട് നടന്നത്. ഓക്കെ, എന്തായാലും അനുമോൾ കൊടുത്ത മറുപടി നമുക്കൊന്ന് കേൾക്കാം. ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോൾ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഹലോ, നീ ഫ്രീ ആണല്ലോ അല്ലേടാ? അതെ, രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നോ? ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നാണേ. അതിനകത്ത് രേണുവും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഒരു വീഡിയോ ചോദിക്കുന്നുണ്ട്. അതിന് രേണു കൊടുത്ത മറുപടി കേട്ടായിരുന്നോ? നീയും രേണുവും തമ്മിൽ എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ രേണു കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, ബിന്നിയും അനുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ബിന്നിയുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അനു ഒന്നിനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നീ കണ്ടായിരുന്നോ വീഡിയോ? പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന്, ആ കാര്യം അതവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തില് എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നോബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നോബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എന്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ് രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോണ്ടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് രേണുവിന് എന്താണ് പ്രശ്നമെന്ന് സത്യം പറഞ്ഞാല് ഇത് കണ്ട നമുക്ക് തോന്നിപ്പോ എന്താണ് വിഷയം, എന്താണ് എന്നുവെച്ചാൽ അവിടെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ, അനുമോളും എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുതിന് ചോദിക്കുന്നത് അവിടെ ഒരു ഉദ്ഘാടനം നടക്കുന്നുണ്ടല്ലോ, അതിന് ഇന്ന് പോയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതല്ല ഈ അനുമോളുടെ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അനുമോളാണ് എന്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അനുമോൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ടല്ലോ. അമ്പലത്തിൽ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞാനത് നോബിയെയും വിളിച്ച് അതുപോലെ തന്നെ പിന്നെയും വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ആവശ്യം. ഈ രേണുസുധിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇനി അനുമോളുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ കുറെ ആഴ്ച അനുമോളുടെ ഈ കണ്ടന്റ് ഓടുമല്ലോ. അനുമോളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അനുമോൾ മറുപടി പറഞ്ഞു. ഇനിയിപ്പോ അനുമോളെ കുറിച്ച് ഇനിയിപ്പോ കാണുന്ന മീഡിയക്കാർ ചോദിക്കുക അനുമോൾ അങ്ങനെ പറഞ്ഞല്ലോ, അനു മറുപടി പറയൂന്ന് പറയും, അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെയാണ്. അപ്പം മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ പേരെടുത്തിട്ടു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. മറ്റൊന്നുമല്ല, ഇപ്പൊ അനുമോള് കുറച്ച് ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഹിറ്റായിട്ട് ഇപ്പോഴും മുന്നോട്ട് ഉദ്ഘാടനമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അനുമോൾ തന്നെയാണ്. ബാക്കിയുള്ളവരെല്ലാം പിന്നിലാണ്. പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആരും ഇത്രയും ഒരു ഹൈപ്പിലേക്ക് വന്നിട്ടില്ല ഇത്രയും മാസങ്ങളായിട്ടും. പക്ഷെ അപ്പം രേണുസുധി നോക്കിയപ്പോ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, ഇപ്പൊ ഇനി കുറച്ച് ഡൗൺ ആകുമ്പോഴത്തേക്കും ഒന്ന് പൊങ്ങി വരണ്ടേ, അപ്പൊ ഈ പേരെടുത്തിട്ടു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ രേണുസുധി അവിടെയും കമ്പയർ ചെയ്യുന്നത് ഞാൻ അനുമോളെക്കാൾ അല്ലെങ്കിൽ അനുമോളുടെ ഒപ്പമുള്ള ഒരു വലിയൊരു സെലിബ്രിറ്റിയാണ്, ഞാൻ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു, അപ്പം അനുമോള് പോയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ മമ്മൂട്ടി പോയില്ലല്ലോ, അതിന് മോഹൻലാൽ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ആണ് എനിക്ക് തോന്നിയത്. എന്തായാലും നടക്കട്ടെ. നിക്കറിട്ട് ഡാൻസ് ആടുകയോ നിക്കറിട്ട് പോവുകയോ ഡാൻസ് കളിക്കുകയോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ അവരവർക്ക് ചേരുന്ന കാര്യങ്ങൾ. അഭിനയമാണ് നമ്മളെല്ലാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേര് നിങ്ങൾ പറ, ഈ അഭിനയം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു അഭിനയമായിട്ട് തോന്നുന്നുണ്ടോ? ഇത്രയും ദിവസമായിട്ടും ഈ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നു, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു, അല്ലാതെ അഭിനയിക്കുന്നു. ഇതിനകത്ത് എവിടെയെങ്കിലും അഭിനയം എന്ന് പറയുന്ന എന്തെങ്കിലും എടുത്തു കാണിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടോ?
ഇനി അത് പറയുമ്പോഴത്തേക്ക് ഈ ദാസേട്ടന്റെ കൂടെയുള്ള ഇതൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. ഞാൻ ചോദിച്ചത് എപ്പോഴും ചോദിച്ചാലും ഷോർട്ട് ഫിലിം, ആൽബംസ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം കാണുന്നവരാണ് നമ്മൾ. എന്തായാലും ഇത് കണ്ടുപോകും. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണല്ലോ വരുന്നത്. അഭിനയം, ഇതിനേക്കാൾ നല്ല അഭിനയിക്കുന്ന എത്രയോ കുട്ടികൾ വേറെ ഉണ്ട്. എന്നിട്ട് ഇത് ഒരു ലേബൽ ഉണ്ടാക്കി എടുത്തത് കൊണ്ടാണ് രേണുസുതി ഇപ്പോഴും ആ ഒരു ആ നെഗറ്റീവിലൂടെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പം അഭിനയിക്കുന്നു, എനിക്കറിയാവുന്ന ജോലി അഭിനയമാണ് എന്ന് പറയുമ്പോഴും ഇതൊരു അഭിനയമാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഇതൊക്കെയാണോ അഭിനയം? എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും രേണുസുതിയുടെ ഫാൻസ് പൊങ്കാലയുമായിട്ട് വരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും വീട്ടുകാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിക്കർ വിധവ എന്നുള്ളത്. എന്തായാലും നമ്മളല്ല പറയുന്നത്. അതും ഒരു കണ്ടന്റ് ആക്കി ഇപ്പം രേണുസുതി കൊണ്ടു നടക്കുന്നുണ്ട്. എന്തായാലും രേണുസുതി മറ്റൊരു കാര്യം നമ്മൾ സമ്മതിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയും ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് രേണുസുതിയായിട്ട് തരും. അത് രേണുസുതിക്ക് ഇനി ആരും ക്ലാസ് കൊടുത്ത് കൊണ്ടുവരുന്നതാണോ അതോ ഇനി രേണുസുതിയായിട്ട് ആലോചിച്ചെടുത്ത് തരുന്നതാണോ എന്നറിയത്തില്ല. ഈ വാപോയ കോടാലി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങ് പറയും, അതൊരു കണ്ടന്റ് ആക്കുന്നു, നമ്മൾ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെയ്തത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.